നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ബുദ്ധിവികാസമില്ലാത്ത യുവതിയെ പീഡിപ്പിച്ച കാര്യറ സ്വദേശി പോലീസിന്റെ പിടിയിലായത് സന്തോഷ് എന്ന ദിവസ പലിശക്കാരൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ VR വിനോദിന് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ മർദ്ദനമേറ്റെന്ന പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ചികിത്സ മുടക്കി ഡോക്ടർമാരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം നൂറുകണക്കിന് രോഗികളെ കാത്തുനിർത്തി ഡോക്ടർമാർ പ്രതിഷേധിച്ചു. പുനലൂർ സ്വദേശി യുവാവിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ വൈകിയത് പുനലൂർ പോലീസിന്റെ പിഴവ് മൂലമെന്ന് താലൂക്ക് ആശുപത്രി വൃത്തങ്ങൾ. 25 കുപ്പി വിദേശമദ്യവുമായി പത്തനാപുരത്ത് യുവാവ് പിടിയിൽ. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച പുനലൂർ KSRTC ഡിപ്പോയുടെ അശാസ്ത്രീയമായ ക്രമീകരണങ്ങൾക്കെതിരെ KN ബാലഗോപാൽ MP-യുടെ രൂക്ഷ വിമർശനം. ബുദ്ധിവികാസമില്ലാത്ത യുവതിയെ പീഡിപ്പിച്ച കാര്യറ സ്വദേശിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ദിവസപരിശക്കാരനായ സന്തോഷ് എന്ന 38-കാരനാണ് പിടിയിലായത്. വിളക്കുവട്ടം നെയ്ത്തുമുക്കിൽ താമസക്കാരനായ കാര്യറ ശരത് ഭവനിൽ സന്തോഷ് കുമാർ എന്ന 38-കാരനാണ് പിടിയിലായത്. 34 വയസ്സുള്ള ബുദ്ധിവികാസമില്ലാത്ത യുവതിയാണ് പീഡനത്തിന് ഇരയായത്. പണം പലിശയ്ക്ക് നൽകി ദിവസപ്പിരിവ് നടത്തുന്നയാളാണ് സന്തോഷ്. കഴിഞ്ഞ 16-ന് ഉച്ചയോടെ യുവതിയുടെ വീട്ടിലെത്തിയ സന്തോഷ് വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി യുവതിയെ മാനഭംഗപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് അറസ്റ്റ് ചെയ്ത സന്തോഷിനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ VR വിനോദിന് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ മർദ്ദനമേറ്റെന്ന പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ചികിത്സ മുടക്കി ഡോക്ടർമാരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം നൂറുകണക്കിന് രോഗികളെ കാത്തുനിർത്തി ഡോക്ടർമാർ പ്രതിഷേധിച്ചു. താലൂക്ക് ആശുപത്രി സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ സ്റ്റാഫ് കൌൺസിൽ പ്രതിനിധികളായ ജോർജ് ജോൺ, ഡോക്ടർ സുർജിത്ത്, ഡോക്ടർ സുനിൽ ലത്തീഫ്, ഡോക്ടർ പ്രമോദ്, ഡോക്ടർ സിനി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടറെ മർദ്ദിച്ചെന്ന പരാതിയിൽ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സ്റ്റാഫ് കൌൺസിൽ പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. അതേസമയം ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തതോടെ 2 മണിക്കൂറോളം ആശുപത്രിയിൽ ചികിത്സ മുടങ്ങി. ഈ സമയങ്ങളിൽ നിരവധി രോഗികളാണ് ചികിത്സ കാത്ത് നിന്നത്. പ്ലാച്ചേരി സ്വദേശി സേതു എന്ന യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായാണ് തനിക്ക് മർദ്ദനമേറ്റതെന്ന് ഡോക്ടർ വിനോദ് ആരോപിച്ചിരുന്നു. എന്നാൽ പുനലൂർ പോലീസിന്റെ നിർദ്ദേശമുണ്ടായിട്ടും മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ വിനോദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നുവെന്ന് സേതുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിക്കാതെ വെള്ളപ്പേപ്പറിൽ എഴുതിയാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് അയച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കൃത്യമായ രേഖകളില്ലാതെ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായില്ല. തുടർന്ന് 3 മണിക്കൂറോളം മൃതദേഹം തുറസായ സ്ഥലത്ത് സൂക്ഷിക്കേണ്ടി വന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹവുമായി തിരിച്ചെത്തിയ ബന്ധുക്കൾ ഡോക്ടർ വിനോദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്തെത്തി തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സേതുവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ വൈകിയത് പോലീസിന്റെ പിഴവ് മൂലമാണെന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു. ദുരൂഹത ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നത് സ്വാഭാവിക നടപടിക്രമമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്താൻ ആ ടേണുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ഡോക്ടർമാരുടെ ടേൺ അനുസരിച്ച് അന്ന് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായി വന്നത് ഈ ആശുപത്രിയിലെ ഏറ്റവും സീനിയറും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഫിസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ PR വിനോദാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ 3 ദിവസം മുമ്പ് വന്നിരുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മാതാപിതാക്കളോടും പോലീസുകാരോടും പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്ന കാര്യത്തിന് മരണമില്ല, മരിക്കത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞ അസുഖത്തിന് ഈ രോഗി മരിക്കത്തില്ല. അതിനെന്തെങ്കിലും മതിയായ കാരണമുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം എന്ന് പറയുകയും എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തതാണ്. പോലീസിന്റെ ജോലിയാണ് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുന്നതിനുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയോ എവിടോട്ട് കൊണ്ടുപോകുന്നതിനോ പേപ്പർ തയ്യാറാക്കുക. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുകയോ ചെയ്യേണ്ടത് പോലീസിന്റെ ജോലിയാണ്. പോലീസ് സാറിന്റെ കയ്യിൽ നിന്ന് ആവശ്യമായ രേഖകൾ എഴുതി മേടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ പോലീസിന്റെ രേഖകളിൽ എന്തോ ചെറിയ പോരായ്മ ഉണ്ടായതുകൊണ്ട് മെഡിക്കൽ കോളേജുകാർ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് താമസിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സ്ഥാപനം ഇതിന് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വം നടത്തിയിട്ടില്ല. ഇവിടെ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നയാൾ അടുത്ത ദിവസം മരിച്ചു കിടക്കുമ്പോൾ അതെന്തുകൊണ്ട് ആ മരണം സംഭവിച്ചു, അത് വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ പരിശോധന നടത്തി ആന്തരിക സ്രവങ്ങൾ ഉൾപ്പെടെയുള്ളവയെ എല്ലാം കെമിക്കൽ അനാലിസിസ് നടത്തിയതിന് ശേഷം ഒരുപക്ഷെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കതിന് കൃത്യമായിട്ടുള്ള മരണകാരണം കിട്ടുക. അന്നേരത്തെ ഒരു ആവേശത്തിൽ ബന്ധുക്കളോ മറ്റുള്ളവരോ ഒക്കെ ഇതിന് കുഴപ്പമില്ലെന്ന് പറയുമെങ്കിലും പിൽക്കാലത്ത് പല ചോദ്യങ്ങളും വരും. കോടതിയിൽ പോകുമ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോടാണ് ജഡ്ജി ചോദ്യം ചോദിക്കുന്നത്, അല്ലാതെ ഈ ബന്ധുക്കളോടല്ല. അപ്പോൾ അത് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർമാർ, ഫോറൻസിക് സർജന്മാരെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ച് അതിൻ്റെ മരണകാരണം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് അതുള്ള സ്ഥലത്തേക്ക് ആ ബോഡി റെഫർ ചെയ്യുക എന്നുള്ളത്
അത് ഇപ്പം ഞാനെന്നല്ല ആരാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന അപകട മരണങ്ങളോ തൂങ്ങി മരണങ്ങളോ ഒക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാരണം കണ്ടെത്താം. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് യാതൊരു അസുഖവുമില്ലാതെ തികച്ചും ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ മരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം കണ്ടെത്തുക എന്നുള്ള ആ ഒരു കർത്തവ്യം അത് ഫോറൻസിക് സർജൻ്റെ ഡ്യൂട്ടിയാണ്. അത് അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തപ്പോഴത്തേക്കും പോലീസുകാർക്ക് പലപ്പോഴും പല കാര്യങ്ങളിൽ അവർ അജ്ഞരാണ്. കാരണം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന ഫോറൻസിക് സർജന്മാർ IG റാങ്കിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരു റിക്വസിഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വഴിയാണ് അത് പോകേണ്ടത്. ആ ഒരു കാര്യം അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഈ ഒരു ബോഡി 2-2.5 മണിക്കൂറോളം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അവിടെ ഇട്ടിരുന്നു. അതൊന്നും ഞങ്ങളുടെ കുഴപ്പമില്ല. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. 25 കുപ്പി വിദേശ മദ്യവുമായി പത്തനാപുരത്ത് യുവാവ് പിടിയിൽ. ഡ്രൈഡേ വിപണനത്തിനിടെയാണ് പ്രതി പിടിയിലായത്. പത്തനാപുരം കുണ്ടയം സ്വദേശി ഫസൽ എന്ന 38-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് വൻതോതിൽ വിദേശമദ്യം വാങ്ങി ഡ്രൈഡേകളിൽ രഹസ്യമായി ഇയാൾ വലിയ വിലയ്ക്ക് കച്ചവടം നടത്തിവരികയായിരുന്നു. 1/2 ലിറ്റർ വീതമുള്ള 25 കുപ്പി വിദേശമദ്യം ഇയാളിൽ നിന്ന് പിടികൂടി. പത്തനാപുരം മാർക്കറ്റിനുള്ളിൽ വ്യാപാരം നടത്തുന്നതിനിടെയാണ് ഫസൽ പിടിയിലായത്. പത്തനാപുരം SI സുനിൽ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാലിന്യ സംസ്കരണമടക്കം സമസ്ത മേഖലകളിലും പുനലൂർ നഗരസഭ പരാജയമെന്നാരോപിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും വേണ്ട നടപടികൾ നഗരസഭാ ഭരണസമിതി സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ഓണം ഫെസ്റ്റ് എന്ന പേരിൽ സീസൺ കച്ചവടം നടത്തുന്നതിനാണ് നഗരസഭയ്ക്ക് താൽപര്യമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആരോപിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന യോഗം മുനമ്പിലെ പുനലൂർ മധു ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നഗരസഭാ അധികൃതർ സ്വീകരിക്കുന്നതെന്നും തനത് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നഗരസഭാ അധികൃതർ പരാജയമാണെന്നും പുനലൂർ മധു പറഞ്ഞു. വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് കൊണ്ടിടാനുള്ള അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനുള്ള സ്ഥലമുണ്ടാക്കിയെങ്കിലും അതിനെക്കുറിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ഈ പട്ടണത്തിലെ ഭരണാധികാരികൾ കഴിയുന്നില്ല. അത് അവരുടെ ചുമതലയല്ല എന്ന് പറഞ്ഞവർ കൈകഴുകുകയാണ്. മാർക്കറ്റിനകത്തെ സംഭവവികാസങ്ങളെക്കുറിച്ചോ നേരത്തെ കോടതി ഇടപെട്ട് അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ പറഞ്ഞു. നമ്മൾ നടന്നു പോകുന്ന റോഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ വീഴുന്ന ചവറുകൾ സംസ്കരിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നില്ല. അവർ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം വീതം വെക്കുന്ന കാര്യത്തിൽ ഒഴിച്ച് മറ്റൊരു കാര്യത്തിൽ പുനലൂർ മുനിസിപ്പാലിറ്റി ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ, ഗവൺമെന്റ് പണം അനുവദിച്ചു കൊടുക്കുന്ന പദ്ധതികളുണ്ടെങ്കിൽ ആ പദ്ധതികൾ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി ഉദ്ഘാടനവും അതോടനുബന്ധിച്ച ചടങ്ങുകളും നടക്കുന്നത് ഒഴിച്ചാൽ വേറെ പദ്ധതികൾ, തനത് പദ്ധതികൾ, മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിക്കുന്ന പുതിയ കാഴ്ചപ്പാടുള്ള പദ്ധതികളൊന്നും ഇവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എബ്രഹാം ജോർജ് അധ്യക്ഷനായി. നേതാക്കളായ കരിക്കത്തിൽ പ്രസേനൻ, എസ് താജുദ്ദീൻ, ഇടമൺ ഇസ്മയിൽ, ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമരവേദിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച വിശ്രമകേന്ദ്രം നാടിന് സമർപ്പിച്ചു. രാജ്യസഭാംഗം KN ബാലഗോപാൽ വിശ്രമകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. J. മോഹൻ, നഗരസഭാ കൌൺസിലർമാരായ വിമല ഗുരുദാസ്, ഗ്രേസി ജോൺ, സുശീല രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യസഭാംഗങ്ങളായ KN ബാലഗോപാലിന്റെയും MP അച്യുതന്റെയും ഫണ്ടുകളിൽ നിന്നുള്ള 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് KSRTC സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി പുതിയ വിശ്രമകേന്ദ്രം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയുടെ അശാസ്ത്രീയമായ ക്രമീകരണങ്ങൾക്കെതിരെ KN ബാലഗോപാൽ MPയുടെ രൂക്ഷ വിമർശനം. ഡിപ്പോയിലെ പുതിയ വിശ്രമകേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ അവസ്ഥ നിർഭാഗ്യകരമാണെന്ന് MP ചൂണ്ടിക്കാട്ടി. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ഡിപ്പോയിൽ അശാസ്ത്രീയമായാണ് ബസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. യാത്രക്കാരുടെ ദുരിതം ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. ഇക്കാര്യത്തിൽ KSRTC അധികൃതർ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വളരെ അരാജകത്വം ഒരു ബസ് സ്റ്റാൻഡ് പോലെയാണ് ഈ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് എന്നുള്ളത് വഴി കൂടി പോകുന്നത് യാത്രക്കാരെ മനസ്സിലാക്കുന്നുള്ളത് KSRTCയുടെ മാനേജ്മെന്റ് കൂടി മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ സംയുക്തമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, മുനിസിപ്പൽ ഭാരവാഹികളോട്, MLA ഉണ്ട്, ഞങ്ങളും ഒക്കെ ചേർന്ന് വീണ്ടും ഇതിനകത്ത് എന്തെങ്കിലും KSRTCയെ കൊണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ചെലുത്താം. പക്ഷെ ഇങ്ങനെയല്ല ഒരു ബസ് സ്റ്റാൻഡ് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ധാരാളം യാത്രക്കാർ വരുന്ന
പ്രത്യേകിച്ച് ട്രെയിനും കൂടി ഇല്ലാത്ത സമയത്ത് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നതും പത്തനാപുരം മേഖല, കൊല്ലൂരിൽ നിന്ന് പത്തനംതിട്ട മേഖലയിലേക്ക് പോകുന്നത്, കൊല്ലം മേഖലയിലേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് എന്ന നിലയിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്തുള്ള സൗകര്യം പോലും ഇപ്പോ തലവരുവിൽ ഇങ്ങനെ ആക്കിയതാണ് ഇല്ലാന്ന് പറഞ്ഞാൽ വളരെ ഒരു ദുരിതകരമായ അവസ്ഥയാണ്. പഠിക്കുന്ന കാലത്ത് പോലും ഇല്ലെന്ന് അപ്പുറത്ത് ആ വലിയ ബിൽഡിങ്ങിൽ അപ്പുറം മാത്രമേ നമ്മൾ ബസ് നിർത്തുന്ന സ്ഥലമുള്ളൂ. അവിടെ ഇവിടെയൊക്കെ സൗകര്യമില്ലാതെ വണ്ടി കയറാൻ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഇത് ചെയ്യാതെ ഇനി വെല്ലം പോക്ക് നയമെടുക്കുന്നത് ശരിയല്ല എന്ന ഒരു കാര്യം കൂടി ഈ സ്ഥലത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KSRTCയിലെ വിവിധ പ്രശ്നങ്ങൾ മൂലം ജീവനക്കാർ നിരാശരാണ്. KSRTC എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നിരാശയാണ്. KSRTCയിൽ പെൻഷൻ കിട്ടുന്നില്ല, നിലവിലുള്ള ആളുകൾക്ക് ശമ്പളം കിട്ടുന്നതായി സംശയം വരുന്നു. പുതുതായി അഡ്വൈസ് കൊടുത്ത ആളുകൾക്ക് അഡ്വൈസ് ജോലി കിട്ടുന്നതായി ഓർമ്മില്ല. ഇങ്ങനെ KSRTC പറയുന്ന സമ്പ്രദായം ഒരു സംവിധാനം തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ വളരെ ദുരിതകരമാകുന്ന നമ്മുടെ ജീവിതം ഏറ്റവും പറയാവുന്ന ദുരിതവാസികൾക്ക്. കാരണം ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുന്നുണ്ട്, മിക്കവാറും നാഷണലൈസ് റൂട്ടാണ്. KSRTC എന്ന ബസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് ഈ മേഖലയിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് KSRTC കൂടുതൽ സൗകര്യപ്രദമായി ശക്തിപ്പെടുത്തിക്കുന്നത് നമ്മുടെ പൊതു ആവശ്യമാണ്. അതിന് KSRTC മേഖലയാണെങ്കിൽ പൊതു സഹായത്തോടുകൂടി കുറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മുനിസിപ്പാലിറ്റി കാര്യങ്ങളോട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വിളക്കുടി സ്നേഹതീരത്തിന് KN ബാലഗോപാൽ MP അനുവദിച്ച ആംബുലൻസ് നടൻ കലാഭവൻ മണി കൈമാറി. സ്നേഹതീരം അന്തേവാസികളും പൊതുപ്രവർത്തകരും നിറഞ്ഞ ചടങ്ങിലായിരുന്നു താക്കോൽ കൈമാറ്റം. കലാഭവൻ ശ്രീ കലാഭവൻ മണി സ്നേഹതീരത്തിന്റെ ഡയറക്ടർ സിസ്റ്ററിന് ആംബുലൻസിന്റെ ചാവി കൈമാറിയിരിക്കുകയാണ്. KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് സ്നേഹതീരത്തിന് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹെവി ആംബുലൻസ് അനുവദിച്ചത്. തമാശയും മിമിക്രിയും നാടൻ പാട്ടും ചേർന്ന സ്വതസിദ്ധമായ ശൈലിയിലൂടെ സദസ്സിനെ കയ്യിലെടുക്കുന്നതായിരുന്നു കലാഭവൻ മണിയുടെ പ്രസംഗം. മനുഷ്യനെന്ന് പറഞ്ഞൊരു പടക്കം പോലെ അങ്ങനെ ജീവിക്കണം. ഒരിക്കലും നമ്മൾ ആകെ പേടിക്കേണ്ടത്, ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് വന്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക, എളിമയിൽ നിന്ന് വലിമ ഇരിക്കുന്നതിന് മുമ്പ് കാലിനെട്ടാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഒരു മനുഷ്യന്റെ വിജയമായി എന്നുള്ളതാണ്. ഓടണ്ട ഓടണ്ട ഓമന പോമോകം ഓമന പോമോകം. ഇതൊരു സ്കൂളിലെ പദ്യം ചെല്ലില്ല, ഇരുന്ന് പഠിച്ചാൽ പോലും പറ്റില്ല. പക്ഷെ എന്റെ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെല്ലുന്നുള്ളതാണ്, പ്രാർത്ഥന പോലെയാണ്, അത് കൃത്യമായിട്ട് പാടുന്നതാണ്. ചിരിക്കൊപ്പം ചിന്തയുടെ ലോകം കൂടി പ്രേക്ഷകന് സമ്മാനിച്ചുകൊണ്ടാണ് മണി പ്രസംഗം അവസാനിപ്പിച്ചത്. വയോധികരെ നടതള്ളുന്ന പുതിയ പ്രവണത പ്രാകൃത വിഭാഗത്തിന് പോലും പാടില്ലാത്തതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വന്തം അച്ഛനമ്മേനെയും അനാഥരത്തിൽ കൊണ്ടുവിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. എത്ര പൈസ ഉണ്ടാക്കിയാലും ഒരു കാര്യമില്ല. പോകുമ്പോ ചില ആൾക്കാരെ കുഴിച്ചിടുമ്പോ ഒരു വാഴ എങ്ങനെ നെഞ്ചത്ത് വെച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസും നല്ലൊരു ഷൂവും കിട്ടും. ആ വണ്ടി പോകുമ്പോ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന വണ്ടി പോകുമ്പോൾ കാണുന്ന രംഗം കാണണം. മരിച്ചു കിടക്കുന്ന ആൾക്ക് ഇതെല്ലാം അറിയാം. അതിന്റെ പുറയിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അവരും ഇതേ വണ്ടിയിൽ പോകേണ്ടതാണെന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഈ പോകുന്ന ഈ കിടക്കുന്ന ജഡം എന്ന് പറയും, ശവം എന്ന് പറയും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിട്ട് പോകണം തന്നെ അവരോടാ, നീയും കുറച്ച് എന്റെ പിന്നാലെ വരും, ശരി തന്നെയാണ്. സ്നേഹതീരത്തിന്റെ പുരോഗതിക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും പ്രമുഖ ചലച്ചിത്ര താരങ്ങളെയും ഗായകരെയും കോർത്തിണക്കി സ്നേഹതീരത്തിന് വേണ്ടി സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KN ബാലഗോപാൽ MPയെയും കലാഭവൻ മണിയെയും സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ ചെറായി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ KN ബാലഗോപാൽ അധ്യക്ഷനായി. മനുഷ്യനിൽ മനുഷ്യത്വം നശിക്കുന്നതുകൊണ്ടാണ് ഉറ്റവരെയും ഉടയവരെയും തെരുവിൽ ഉപേക്ഷിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. A സജീദ് സ്വാഗതം പറഞ്ഞു. സിസ്റ്റർ റോസ്ലിൻ ചെറായി ആമുഖ പ്രസംഗം നടത്തി. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്,
ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് മുഹമ്മദ് അസ്ലം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് അനിൽകുമാർ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ അജികുമാർ, പുനലൂർ നഗരസഭാ കൌൺസിലർ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാഹിദ ബീവി, കോൺഗ്രസ് നേതാവ് ജെ ഷാജഹാൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ പത്മഗിരീഷ്, ബിജു ടി ഡിക്രൂസ്, വിളക്കുടി ചന്ദ്രൻ, എ വാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബിജെപി പിറവന്തൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കമുകുംചേരിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നു. പാർട്ടിയിൽ പുതുതായി എത്തുന്നവർക്ക് ചടങ്ങിൽ അംഗത്വം വിതരണം ചെയ്യും. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി രമേശ് യോഗം ഉദ്ഘാടനം ചെയ്യും. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയ പ്രവണതയിലും കോൺഗ്രസിന്റെ ദുർഭരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് ഏതാണ്ട് 200ഓളം സിപിഎമ്മിലും കോൺഗ്രസിലും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ പോകുന്ന ചൊവ്വാഴ്ച പിറവന്തൂർ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 200ഓളം പേർ ജനകീയ സദസ്സിൽ വെച്ച് ബിജെപിയിൽ ചേരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പിറവന്തൂർ പഞ്ചായത്തിലെ കമുകുംചേരിയിലെ വാർഡ് ഉൾപ്പെടുന്ന 2 ബൂത്തുകളിൽ നിന്നാകെ 300ഓളം വോട്ടുകൾ ബിജെപി നേടി. അതിനുശേഷം ബിജെപിയിലേക്ക് സിപിഎമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ദിനംപ്രതി പ്രവർത്തകർ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ട് തുറക്കുന്ന പരിപാടി കമുകുംചേരിയിലെ ബിജെപിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അതിലേകദേശം 100 കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ശരിക്കും സിപിഎമ്മിനെയും കോൺഗ്രസിലെയും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആശങ്കയിലാക്കിക്കൊണ്ട് ദിനംപ്രതി 100 കണക്കിന് പ്രവർത്തകർ ബിജെപിയിലേക്ക് വന്നിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, അഭിലാഷ് ചെമ്പ്രാമൺ, സുഗു പി ഉണ്ണിത്താൻ, കമുകുംചേരി ബി സുരേഷ് ബാബു, ബിനുമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ പഞ്ചായത്ത് തല കേരളോത്സവ മത്സരങ്ങൾ നവംബർ 8, 9 തീയതികളിൽ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായരുടെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരികളായി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ആനന്ദകുസുമം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശിവദാസൻ പിള്ള, ഭാരവാഹികളായി കോട്ടപ്പുറം ശശി, സി പി ജസിൻ, അഭിലാഷ് എ, പി എൻ ഫൈസൽ, മുഹമ്മദ് ഹസൻ, ഷാൻ എസ്, റോയ് തോമസ് എന്നിവരെ തെരഞ്ഞെടുത്തു. നവംബർ 6, 7 തീയതികളിൽ പ്രാഥമിക മത്സരങ്ങൾ നടക്കും. 8 രാവിലെ ദീപശിഖാ പ്രയാണം എംഎൽഎ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് കലാകായിക മത്സരങ്ങൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബുദ്ധിവികാസമില്ലാത്ത യുവതിയെ പീഡിപ്പിച്ച കാര്യറ സ്വദേശി പോലീസിന്റെ പിടിയിലായത് സന്തോഷ് എന്ന ദിവസ പലിശക്കാരൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ VR വിനോദിന് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ മർദ്ദനമേറ്റെന്ന പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ചികിത്സ മുടക്കി ഡോക്ടർമാരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം 100 കണക്കിന് രോഗികളെ കാത്തുനിർത്തി ഡോക്ടർമാർ പ്രതിഷേധിച്ചു. പുനലൂർ സ്വദേശി യുവാവിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ വൈകിയത് പുനലൂർ പോലീസിന്റെ പിഴവ് മൂലമെന്ന് താലൂക്ക് ആശുപത്രി വൃത്തങ്ങൾ. 25 കുപ്പി വിദേശമദ്യവുമായി പത്തനാപുരത്ത് യുവാവ് പിടിയിൽ. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച പുനലൂർ KSRTC ഡിപ്പോയുടെ അശാസ്ത്രീയമായ ക്രമീകരണങ്ങൾക്കെതിരെ KN ബാലഗോപാൽ MP-യുടെ രൂക്ഷ വിമർശനം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.